ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ലുലുവിൽ പോയി പർച്ചേസ് ചെയ്യുന്ന ഷോർട്സ് എപ്പോഴും ഇടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നിട്ട് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വാങ്ങിച്ചതെന്ന്. നമ്മൾ ഒരു ആഴ്ചക്കുള്ളതാണ് വാങ്ങിക്കുന്നത്. ബേബിക്ക് ഇപ്പൊ 6.5 മാസമാണ്. 2 മീൽസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്ര നാൾ, 2 വട്ടം, അതായത് കാലത്തും പിന്നെ വൈകിട്ടും ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളത് മാറ്റിയിട്ട് 3 നേരമാക്കാൻ പോവാണ് കേട്ടോ. 3 നേരം എന്ന് വെച്ച് കഴിഞ്ഞാല് കാലത്ത് ഫുഡ് കഴിക്കുന്നതിന്റെ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കേടോ അങ്ങനെ എന്തെങ്കിലും, വൈകിട്ട് ഒരു റാഗിയോ അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ. അപ്പൊ അതിനായിട്ട് നമ്മൾ 1 വീക്കിലേക്ക് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഈ ക്രീം ബണ്ണാണ്. ഇത് ബേബിക്ക് കൊടുക്കാനല്ല കേട്ടോ. നമ്മളവിടെ പോയപ്പോ നമ്മൾക്കിടയ്ക്ക് വിശക്കുമ്പോൾ കഴിക്കാനുള്ള സ്നാക്സ് ആയിട്ട് എടുത്താണ്ട് അതൊരു 10 രൂപയുള്ളൂ ഒരെണ്ണത്തിന്. അപ്പൊ അതൊരു ക്രീം ബൺ നമ്മൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കി മിസ്റ്റിന്റെ ഈ കേടാണ്. ഇതിന് ഒരെണ്ണത്തിന് എത്രയാ 12 രൂപയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കേടാണ് കേട്ടോ ബേബീസിന് കൊടുക്കാനായിട്ട്. വീട്ടിലുണ്ടാക്കുന്ന കേടാണ് അതിനും നല്ലത്. നമുക്ക് അതിനൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മിൽക്കി മിസ്റ്റിന്റെ ഈ കേടാണ് കേട്ടോ വാങ്ങുന്നത്. നല്ല കേടാണ്. ഒരെണ്ണത്തിന് 12 രൂപ അങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു 3 നമ്മൾ ഡെയിലി കൊടുക്കില്ല. 3 to 4 സ്പൂൺ ആയിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കാലത്ത് ഒരു 11 മണി 12 മണി സമയത്ത് അവർ വിശപ്പിനനുസരിച്ച് കൊടുക്കുക. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഒരു ഉച്ചക്കത്തെ സ്നാക്സ് പോലെ അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് പോലെ കൊടുക്കാന്നാണ് കേട്ടോ. അടുത്ത് നമ്മൾ വാങ്ങിയിട്ട് മാൻഡ്രൈൻ ആണ് കേട്ടോ. ഇതൊരു ഓറഞ്ച് പോലത്തെ ഒരു ടൈപ്പ് സാധനമാണ്. ഐ മീൻ ഓറഞ്ചിന്റെ തന്നെ ഒരു വകഭേദമാണ്. സിട്രസിനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഡോക്ടറുടെ ഇത് ചോദിച്ചിട്ട് ഇത് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ ഒരു അല്ലിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. നിപ്ലറിൽ വെച്ചിട്ട് ഒരു അല്ലിയൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഫുഡ് ലൈഫിന്റെ പാല് ഇതും ബേബിക്കല്ല കേട്ടോ, നമ്മൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള. നമ്മൾ ഇടയ്ക്ക് സ്മൂത്തി കുടിക്കാറുണ്ട്. അതേപോലെ നമ്മുടെ അനിയനും സ്മൂത്തി കുടിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അവനും കൂടി വേണ്ടിയിട്ട് നമ്മളൊരു 3 പാക്കറ്റ് ഗുഡ് ലൈഫിന്റെ പാലാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ആപ്പിൾ ആയിട്ട്. ഈ കവറിൽ ഇരിക്കുന്നത് കൊണ്ട് ഇത് പൊട്ടിക്കുന്നില്ല. ഞാനിത് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ്, ഓർഡർ അനുസരിച്ചിട്ടുള്ള കിട്ടുന്നതിനനുസരിച്ചിട്ട് കവറിൽ നിന്ന് എടുക്കാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് നമ്മൾ കേടും അതുപോലെ ഓറഞ്ചൊക്കെ വന്നിട്ടുള്ളത്. ഇത് ആപ്പിൾ ആണ്. ഇതൊരു നമ്മൾ 3 പീസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കാലത്തോ വൈകിട്ടോ അങ്ങനെയായിട്ട് റാഗിയുടെ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ ആപ്പിൾ എന്തായാലും നമ്മുടെ ബേബിയുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് പിയർ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പിയർ നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് 2 പീസാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് ആപ്പിൾ പോലെ തന്നെ നമുക്ക് മെയിൻ കോഴ്സ് ആയിട്ട്, അതായത് മെയിൻ ഫുഡ് ആയിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും കേട്ടോ, പിയർ പ്യൂരി ഒക്കെ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ. ബേബീസിന് നല്ല അടിപൊളി ഹെൽത്ത് ന്യൂട്രീഷൻസ് ഉള്ള ഒരു സാധനമാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. 2 ഡേയ്സ് കൂടുമ്പോൾ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ പ്യൂരിയും അതേപോലെ തന്നെ അതിന്റെ കൂടെ ബ്ലൂബെറിയോ അല്ലെങ്കിൽ ക്യാരറ്റോ ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട്, തന്നെ കൊടുക്കാറുണ്ട്. അത് അടിപൊളി സാധനമാണ്. നമ്മൾക്ക് ഹെൽത്തിന് നല്ല സാധനമാണ്. ഞാൻ ബേബിക്ക് മിൽക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രഗ്നൻസിയിൽ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഒരു ഡ്രം സ്റ്റിക്കിന്റെ ഒരെണ്ണാണ് വാങ്ങിയത്. അതായത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രം സ്റ്റിക്കിന്റെ പ്യൂരി നല്ലതാണ് ബേബീസിന്റെ ബോൺ ഹെൽത്തിനും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. അപ്പൊ ഞാനൊന്ന് ചാറ്റ്ജിപിറ്റിയോട് ഒന്നുകൂടി ഗവേഷണം നടത്തിയിട്ടാണ് ഇത് കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഇത് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. ഞാൻ ഓപ്പൺ ആക്കില്ലായിട്ട് ഒരു കുക്കുംബറാണ് കേട്ടോ. അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ്. അപ്പൊ ഈ കുക്കുംബർ നമ്മൾക്കാണ് കേട്ടോ, ബേബിക്കല്ല. നമ്മൾക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ. ഇതും ഞാൻ അൺബോക്സ് ചെയ്യുന്നില്ല. എനിക്ക് ഇങ്ങനെ തന്നെ വെക്കണമെന്നാണ് എളുപ്പം. പ്ലാസ്റ്റിക് കവറിലാകുമ്പോൾ കുറച്ചും കൂടി നാളെ ഹെൽത്ത് കിട്ടും കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ. അപ്പൊ ഇത് പോമഗ്രാനറ്റ് ആണ്. പോമഗ്രാനറ്റ് തന്നെ ഇതേപോലെ തന്നെ കൊടുക്കുന്നത് നിപ്ലറിലാക്കിനാണ്ടോ. അപ്പൊ അതിന്റെ ജ്യൂസ് കിട്ടുന്നത് ബേബീസിന് നല്ലതാണ്. അപ്പൊ പോമഗ്രാനറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ബീട്രൂട്ടും അതേപോലെ തന്നെ ക്യാരറ്റും അല്ല ബീട്രൂട്ടും ക്യാരറ്റും കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും, അതായത് നമ്മൾ ഞാൻ ഇതുവരെ ബീട്രൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കിയിട്ട് വേണം ബീട്രൂട്ട് കൊടുക്കാനായിട്ട്. നല്ലതാന്ന് കേട്ടത് കൊണ്ട് മേടിച്ചതാണ് കേട്ടോ. ക്യാരറ്റ് നന്നായി കൊടുക്കാറുണ്ട് കേട്ടോ ബേബിക്ക്. ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഒന്നരടായിട്ട് ക്യാരറ്റ് കൊടുക്കാറുണ്ട്. ക്യാരറ്റ് നല്ല ഹെൽത്തി ആയതുകൊണ്ട് ക്യാരറ്റ് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പർച്ചേസ് ചെയ്തത്. ബാക്കിയൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ള ഗ്രോസറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രെഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ ബേബിക്ക് ഇത് കൂടാണ്ട് പർച്ചേസ് ചെയ്ത് കൂടാണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബസ്റ്റ് ബനാന, അല്ലെങ്കിൽ എന്താ ആ പഴത്തിന്റെ പേര്, അല്ല ഞാലിപ്പൂവനാ, അല്ല ഞാലിപ്പൂവിനാണോ ബേബിക്ക് കൊടുക്കാറ്? ഞാലിപ്പൂവിന് റോബസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് കൊടുക്കാറ്. ബനാനാസിൽ അതേപോലെ തന്നെ റാഗി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളും നമ്മൾ ബേബിക്ക് അടുത്ത ആഴ്ചക്കുള്ള മെനു കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ മെനുവിൽ ബ്ലൂബെറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും അവക്കാടോ വാങ്ങുമ്പോൾ നമുക്ക് പച്ചയാണ് കിട്ടാറ്. അപ്പൊ അതിന്റെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നവർക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്തോളൂ. എനിക്ക് ബേബിക്ക് അവക്കാടോ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുവരെ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും നമ്മൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ.